സ്വന്തം വരുമാനത്തിൽ നിന്നും ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ലോകത്തിന് മാതൃക കാട്ടുന്നവരാണ് മലയാളികളെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് VM ശ്യാംകുമാർ ചൂണ്ടിക്കാട്ടി. മറ്റു പല രാജ്യങ്ങളിലും സാമ്പത്തിക വരുമാനത്തിന്റെ ഒരു വിഹിതമാണ് ഇത്തരത്തിൽ മാറ്റിവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരമൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാലഘട്ടമല്ല. കുറുപ്പയ്യനോട് പറയുന്നേ, ജാതി, മതം, രാഷ്ട്രീയം ഇതൊന്നുമില്ലാതെ, ഗുരുദേവന്റെ ഭാഷയിലും ഇതൊന്നുമില്ലാതെ സർവരും സോദരത്വേണ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങളും ഇല്ലാതെ തന്നെ ഒരു സംഘടനയ്ക്ക് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ 1,33,00,000 രൂപ ഇതുവരെയായിട്ട് സഹായധനമായി വിതരണം ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. ഇവിടുത്തെ പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെയും ഇവിടുത്തെ സഹൃദയരായിട്ടുള്ള നാട്ടുകാരുടെയൊക്കെ നിർലോഭമായ സഹകരണത്തിൻ്റെയും ഒരു വലിയ ദൃഷ്ടാന്തമാണ്. നിങ്ങൾ അടുത്ത് ശ്രദ്ധിച്ചോ എന്നറിയില്ല, ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു വലിയൊരു സ്റ്റഡി ഉണ്ടായിരുന്നു, ഒരു റിസർച്ച് സ്റ്റഡിയാണ്. മുകുളിക ബാനർജി എന്ന് പറയുന്ന ഒരു വിദുഷിയാണ് അത് തയ്യാറാക്കിയത്. അതിൽ പറയുന്നത്, ഇന്ത്യക്കാർ, അതായത് ലോകത്തില് ദരിദ്രരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയിൽ ഒരു വർഷം 10,000 കോടി രൂപയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ഈ ദരിദ്രനാരായണന്മാർ വിതരണം ചെയ്യും. അതല്ലാതെ വലിയ ധനാഢ്യന്മാരോ ബില്യണയറുകളോ കൊടുക്കുന്ന പൈസയെ പറ്റി അല്ല പറയാം. കുറുപ്പിയേട്ടൻ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ചായ കുടിക്കാൻ നേരത്തിൽ 100 രൂപ മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ അത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് മാറാം. ആലുവ സഹൃദയ സംഗീത കാരുണ്യവേദിയുടെ 19ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചികിത്സാ സഹായ നിധി സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളവർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവരോട് ഒരു പ്രത്യേകിച്ചൊരു വാക്ക് പറയാം. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും വ്യഥകളും മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ സഹൃദയ കാരുണ്യ വേദിയിലുള്ളത്. അവരെ സഹായിക്കാനായിട്ടും അവർക്ക് വേണ്ടുന്ന സഹകരണങ്ങൾ കൊടുക്കാനുമായിട്ട് 100 കണക്കിന് ആൾക്കാർ പുറത്തുമുണ്ട്. ചികിത്സ എന്ന് പറയുന്നത് ആർക്കും ഏതൊരു സമയത്തും ആവശ്യം വരാം. സഹൃദയുടെയും ഈ പറയുന്ന മറ്റുള്ള അതിന് സഹായിക്കുന്ന പ്രവർത്തകരുടെയും എല്ലാം കൂട്ടായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിയാവുന്നത്രയും നേടിത്തരാനായിട്ട് അല്ലെങ്കിൽ സഹായിച്ചു തരാനായിട്ട് അവർ ശ്രമിക്കുന്നു. ചടങ്ങിൽ വേദി പ്രസിഡന്റ് M. വിശ്വനാഥക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. ഇതുവരെയുള്ള പ്രവർത്തന റിപ്പോർട്ട് സൂചിപ്പിച്ചപ്പോൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ സെക്രട്ടറിയുടെ സ്വാഗത പ്രസംഗത്തിലും ഈ സംഘടനയ്ക്ക് ജാതി മതമൊന്നുമില്ല, ജാതിഭേദം, മതദ്വേഷം, രാഷ്ട്രീയ ഭേദം യാതൊന്നുമില്ലാതെ സോദരത്തേന വാഴുന്ന ഒരിടമാണ് സഹൃദയ സംഗീത കാരുണ്യവേദി. ഇവിടെ സേവനമാണ്, അതായത് മാനവ സേവയാണ് മാധവ സേവ. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ വർഷത്തെ സഹൃദയ പുരസ്കാരം ഡോക്ടർ N. വിജയകുമാറിന് ജസ്റ്റിസ് കൈമാറി. സുമേഷ് സ്മാരക പുരസ്കാരം PS രാംദാസിന് VK ബാസിയും കൈമാറി. വിദ്യാഭ്യാസ ധനസഹായം വൈസ്മെൻസ് കൊച്ചി ഈസ്റ്റ് എൻഡ്സും SS മേനോനും കൈമാറി. ചികിത്സാ സഹായ വിതരണം ചൂർണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് നസീർ ചൂർണിക്കര നിർവഹിച്ചു. S. അശോക് കുമാർ, SS മേനോൻ, ജോർജ് V. ജെയിംസ്, EA മുജീബ്, PG നളിനാക്ഷൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. 19ാമത്തെ വർഷം പിന്നിടുകയാണ്. വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. 2007 ജസ്റ്റിസ് KK ഉഷ മാഡം ഔപചാരികമായി ചൂണ്ടിക്കര പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഈ ട്രസ്റ്റ് രൂപം കൊള്ളുന്നത്. വളരെ ശൂന്യതയിൽ നിന്ന് തുടങ്ങി ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി 19 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു മാസം കൊണ്ട്
നമ്മുടെ സഹൃദയയിൽ തന്നെയുള്ള കുറേ പേർ അത് ഏറ്റെടുത്തു, മറ്റുള്ളവരിൽ അത് പകർന്നു കൊടുത്തു. സഹൃദയ എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്നും 19 വർഷമായിട്ട് ഈ എറണാകുളം മാത്രമല്ല, ആലുവ, എറണാകുളം, പിന്നെ അത് വ്യാപരിച്ച് 5 ജില്ലകളിലായിട്ട് അത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ സംവിധാനത്തെ അവരുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് മറ്റുള്ളവരിലേക്ക് നോക്കാൻ നമ്മളെക്കാൾ എത്ര സഫർ ചെയ്യേണ്ടത്, മുകളിലേക്ക് നോക്കരുതെന്ന് പറയും. നമ്മളെക്കാളും ബെറ്ററായിട്ട് ജീവിക്കുന്നവരെയല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മളെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറയും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഇന്ത്യ മാരത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഇവിടെ ഓഫ്കോഴ്സ് ദാരിദ്ര്യം കൂടുതലുണ്ട്. പക്ഷേ ഈ പോപ്പുലേഷൻ്റെ ഒരു ഗുണം നമ്മളൊക്കെ ഒന്ന് വിചാരിച്ചാൽ ചെറിയൊരു കൈത്താങ്ങ് സഹായം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാവർക്കും സഹായം സമയത്തിനെത്താൻ പറ്റുന്നതാണ്. ഇസ്രയേലിൽ ഇവിടെ കേട്ടിട്ടുണ്ട്, കുട്ടികൾക്ക് പോക്കറ്റ് മണി കൊടുക്കുമ്പോൾ 2 ബോക്സ് കൊടുക്കുന്നുള്ളൂ. ഒന്ന് ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പോക്കറ്റ് മണി, അതിൽ നിന്ന് പറയും, ആ കുട്ടിയോട് പറയും, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചാരിറ്റി ചെയ്യാൻ വേണ്ടി നീ മറ്റേ ബോക്സിലേക്ക് ഇത്തിരി പൈസ മാറ്റി വയ്ക്കാൻ. ചെറുപ്പത്തിലെ കുട്ടികളെ ചാരിറ്റി ചെയ്യാനുള്ള സ്വഭാവം വളർത്തിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അതാണ് ഈ ലോകത്തെ ഏറ്റവും ആവശ്യം. നമുക്കറിയാം ഈ ഒന്ന് സഹൃദയ സംഗീത കാരുണ്യവേദി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ 19ാം വാർഷികാഘോഷം. സത്യം പറഞ്ഞാൽ ഇന്നാണ് ഈ ബ്രോഷർ ഓപ്പൺ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. 19 വർഷം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ടെന്യൂർ അല്ലേ. റിയലി അപ്രീഷിയേറ്റ് ദ എഫേർട്സ് ഓഫ് പീപ്പിൾ ഹു സ്റ്റുഡ് ബിഹൈൻഡ് ദിസ് ചാരിറ്റബിൾ ട്രസ്റ്റ്. കാരണം ഇന്ന് സമൂഹം നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് അല്ലേ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സർവീസ് ചെയ്യാൻ അവരുടെ സമയം കണ്ടെത്താൻ മാറ്റിവെച്ച ഒരു ട്രസ്റ്റും ഒരു കൂട്ടം ആളുകൾ തന്നെയാണ് ഈ സംഘടനയെ തികച്ചും വ്യത്യസ്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ.